സ്മിത ടീച്ചറാണ്. +1 ഫിസിക്സ് എക്സാമിനോടനുബന്ധിച്ച് 5 മാർക്കിന്റെ 5 ചോദ്യങ്ങൾ കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പരിശോധിക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. Answer any 3 questions from 36 to 40. Each carries 5 scores. 36 മുതൽ 40 വരെയുള്ള 5 ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും 3 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. പരമാവധി 15 മാർക്ക് ഈ സെക്ഷനിൽ നിന്ന് സ്കോർ ചെയ്യാനാവും. 36ാമത്തെ ചോദ്യത്തിന്റെ എ പാർട്ട് സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് പ്രകാരം ഒരു സമവാക്യത്തിന്റെ LHSലും RHSലും ഡയമെൻഷൻസ് ഒന്ന് തന്നെയായിരിക്കും. Dimensions of LHS must be equal to the dimensions of RHS. B part. The kinetic energy K of a body depends on its mass and velocity V. Using the above principle, derive an equation for the kinetic energy. Principle of homogeneity of dimensions ന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് പറയാനാവുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്തെടുക്കാനാവും എന്നതാണ്. കൈനറ്റിക് എനർജി K, മാസ് M, വെലോസിറ്റി V എന്നീ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ K, M, V ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള എമ്മിനെയും വിയെയും എക്സ്പൊണൻസ് കൊടുത്ത് കൈനറ്റിക് എനർജി കെയുമായിട്ട് ബന്ധപ്പെടുത്തി ഇക്വേഷൻ എഴുതണം. കൈനറ്റിക് എനർജി K ഈക്വൽ ടു എ കോൺസ്റ്റന്റ് K ഇൻറ്റു M റൈസ് ടു A ഇൻറ്റു V റൈസ് ടു B. അപ്പൊ നമുക്ക് ഈ എക്സ്പൊണൻസിന്റെ വാല്യൂസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. എയുടെയും ബിയുടെയും വാല്യൂസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഒരു ഇക്വേഷനിൽ കോൺസ്റ്റന്റ് പാർട്ട് ഉണ്ടാവാം. ആ കോൺസ്റ്റന്റ് പാർട്ട് K എന്ന് കൊടുത്തിരിക്കുന്നു. അതിന്റെ വാല്യൂ ഡയമെൻഷണൽ അനാലിസിസ് പ്രകാരം കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് എക്സ്പെരിമെന്റൽ മെത്തേഡിലാണ് കണ്ടുപിടിക്കാനുള്ളത്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതെല്ലാം ഡയമെൻഷണൽ അനാലിസിസ് വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷൻസ് എന്താണെന്ന് എഴുതണം. എനർജി എന്ന് പറയുമ്പോൾ എബിലിറ്റി ടു ഡു വർക്ക് ആണ്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അതാണ് വർക്ക് വരുന്നത്. സോ MLT റേസ് ടു -2 അതാണ് ഫോഴ്സിന്റെ ഡയമെൻഷൻ. ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എത്രത്തോളം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നു അതിനെയാണ് സിമ്പിൾ ആയിട്ട് വർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ, മാസിന് M, ആക്സിലറേഷന് LT റേസ് ടു -2, ദെൻ ഡിസ്പ്ലേസ്മെന്റ് എല്ലാം കൂടി വരുമ്പോൾ ML² T റേസ് ടു -2 അതാണ് കൈനറ്റിക് എനർജി. ഏത് എനർജി ആണെങ്കിലും അതിന്റെ ഡയമെൻഷൻസ് വരിക ML² T റേസ് ടു -2. ഇനി നമുക്ക് കോൺസ്റ്റന്റ് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. M റേസ് ടു എയും V റേസ് ടു ബിയും കൊടുക്കണം. എന്നിട്ട് അതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. മാസ് M എന്ന് പറയുമ്പോൾ ഡയമെൻഷൻ ക്യാപിറ്റൽ M ആയിരിക്കും വരിക. വെലോസിറ്റി V എന്ന് പറയുമ്പോൾ ഡയമെൻഷൻ LT റേസ് ടു -1 ആയിരിക്കും വരുന്നത്. അങ്ങനെ ആവുമ്പോഴേക്കും നമുക്ക് M റേസ് ടു A, സ്മോൾ m റേസ് ടു A എന്നുള്ളതിന് ഡയമെൻഷണൽ മെത്തേഡ് പ്രകാരം ക്യാപിറ്റൽ M റേസ് ടു A എന്ന ഡയമെൻഷൻ കൊടുക്കാൻ പറ്റും. അതുപോലെ LT റേസ് ടു -1 റേസ് ടു B എന്ന് പറയുമ്പോഴേക്കും L റേസ് ടു B T റേസ് ടു -B എന്നായിരിക്കും വരുന്നത്. ഇനി വളരെ എളുപ്പമാണ്. നമ്മുടെ ടേംസിന്റെ ഡയമെൻഷൻസ് എല്ലാം ഇക്വേറ്റ് ചെയ്താൽ മതി. ഓക്കെ, എമ്മിന്റെ ഡയമെൻഷൻ വരുന്നത് ഇവിടെ എന്താണ്? M റേസ് ടു 1 ഈക്വൽ ടു M റേസ് ടു A എന്നല്ലേ. സോ A ഈക്വൽ ടു 1 ആണ്. L റേസ് ടു 2 ഈക്വൽ ടു L റേസ് ടു B അല്ലേ. സോ B ഈക്വൽ ടു 2 ആണ്. T റേസ് ടു -2 ഈക്വൽ ടു T റേസ് ടു -B അല്ലേ. സോ B ഈക്വൽ ടു 2 ആണ്. ഓക്കെ, സോ we have the values of the exponents A equal to 1 and B equal to 2. അങ്ങനെയാവുമ്പോൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ
കെ എം റേസ് ടു എ വി റേസ് ടു ബി എന്നുള്ളത് കെ എം റേസ് ടു 1 വി സ്ക്വയർ എന്നായിട്ട് മാറും. കോൺസ്റ്റന്റ് വാല്യൂ എക്സ്പെരിമെന്റൽ മെത്തേഡിൽ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളത് 1/2 എന്നാണ്. സോ കെ ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ 2 എന്ന് എഴുതാം. അതല്ലെങ്കിൽ അതറിയാൻ പാടില്ലെങ്കിൽ എം വി സ്ക്വയർ കെ ഇൻറ്റു എം വി സ്ക്വയർ എന്ന് എഴുതിയാലും കറക്റ്റ് ആയിരിക്കും. ഓക്കെ. 37ാമത്തെ ക്വസ്റ്റ്യന്റെ എ പാർട്ടിന് 3 മാർക്കാണ് ഉള്ളത്. ഡിറൈവ് ദി പൊസിഷൻ ടൈം റിലേഷൻ എക്സ് ഈക്വൽ ടു v0t പ്ലസ് ഹാഫ് a t സ്ക്വയർ ഫോർ എ യൂണിഫോംലി ആക്സിലറേറ്റഡ് ബോഡി. ഗ്രാഫിക്കൽ മെത്തേഡിലോ അല്ലാതെയോ ചെയ്യാവുന്നതാണ്. ഇവിടെ ഗ്രാഫിക്കൽ മെത്തേഡ് കാണിച്ചിരിക്കുന്നു. നമുക്ക് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിലുള്ള ഒരു വസ്തുവിന്റെ ഗ്രാഫാണ് വരയ്ക്കാനുള്ളത്. വെലോസിറ്റി ടൈം ഗ്രാഫ്. b0 ഇനിഷ്യൽ വെലോസിറ്റി ആണ്, എ എന്ന പോയിന്റിൽ കാണിച്ചിരിക്കുന്നു. യൂണിഫോം ആക്സിലറേഷൻ ആണ്. ബി എന്ന പോയിന്റിൽ എത്തുമ്പോഴേക്കും വെലോസിറ്റി വി ആയിട്ട് മാറുന്നു. ടി ടൈമില് വസ്തുവിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആണെന്നിരിക്കട്ടെ. ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ദി ഡിസ്പ്ലേസ്മെന്റ്. ഇതാണ് നമ്മൾ ഈ ചോദ്യത്തില് ഡിസ്പ്ലേസ്മെന്റ് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുന്നത്. ഓക്കെ. അപ്പോ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇവിടെ നോക്കണം. ഈ വെലോസിറ്റി ടൈം ഗ്രാഫ് നോക്കുമ്പോൾ അതിന് 2 ഭാഗങ്ങളുണ്ട്. എ ബി സി എന്നൊരു ട്രയാങ്കുലർ പോർഷനും ഉണ്ട്. അതുപോലെ ഒ എ സി ഡി എന്നൊരു റെക്ടാങ്കുലർ പോർഷനും ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നതാണ് ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ. സോ ഡിസ്പ്ലേസ്മെന്റ് എസ് ഡ്യൂറിംഗ് ദ ടൈം ടി ഫോർ എ യൂണിഫോംലി ആക്സിലറേറ്റഡ് ബോഡി is the sum of the area of the triangle ABC plus the area of the rectangle OACD. Area of the triangle എന്ന് പറയുമ്പോഴേക്കും ഹാഫ് ബി എച്ച് ആണ്. ഓക്കെ. ഇപ്പൊ ഇവിടെ നമ്മുടെ ബേസ് ആയിട്ട് വന്നിരിക്കുന്നത് ടി ആണ്. ഹൈറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഭാഗം അല്ലെങ്കിൽ ബി സി എന്ന് പറയുന്ന ഭാഗം വി മൈനസ് v0 ആണ്. ഓക്കെ. സോ ഹാഫ് ഇൻറ്റു എ സി ഇൻറ്റു ബി സി എന്നെടുക്കുമ്പോൾ ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു വി മൈനസ് v0 ദാറ്റ് ഈസ് ഹാഫ് വി മൈനസ് v0 ഇൻറ്റു ടി എന്നാകും. പ്ലസ് ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ OACD. OACD എന്ന് പറയുമ്പോഴേക്കും അതിന്റെ ഏരിയ എന്തായിരിക്കും? OD ഇൻറ്റു സി ഡി അല്ലെ? OD ഇൻറ്റു സി ഡി അല്ലെങ്കിൽ OD ഇൻറ്റു OA എന്ന് കൊടുക്കാവുന്നതാണ്. ദാറ്റ് ഈസ് OD ടി ഇൻറ്റു സി ഡി. സി ഡി എന്ന് പറയുന്നത് OA തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു v0. സോ ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ OACD ഈക്വൽ ടു v0 ഇൻറ്റു ടി. ഓക്കെ. വെലോസിറ്റി ടൈം റിലേഷനിൽ നിന്നും v മൈനസ് v0 ഈക്വൽ ടു AT എന്നുള്ള ഇക്വേഷൻ അറിയാവുന്നതാണ്. അങ്ങനെയാകുമ്പോൾ എക്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു വി മൈനസ് v0 ഇൻറ്റു ടി പ്ലസ് v0t എന്നതിൽ വി മൈനസ് v0ക്ക് പകരം AT കൊടുക്കുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു ഹാഫ് AT ഇൻറ്റു ടി പ്ലസ് v0t എന്നാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു v0t plus half AT square. Okay, this is the position time relationship for a body executing uniform acceleration. Clear? 37ാമത്തെ ക്വസ്റ്റ്യന്റെ ബി പാർട്ടിന് 2 മാർക്കാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ദി ഡിസ്പ്ലേസ്മെന്റ്. അക്കാര്യമാണ് ഇവിടെയും പ്രയോജനപ്പെടുത്താനുള്ളത്. ക്വസ്റ്റ്യൻ നോക്കാം. ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഈസ് ഗിവൺ ബിലോ. ഫൈൻഡ് ദി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി ഡ്യൂറിംഗ് ദ ടൈം ഇന്റർവൽ 5 സെക്കൻഡ് ടു 15 സെക്കൻഡ്. ഓക്കെ. അപ്പോ എന്താ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ടൈം ഇന്റർവൽ 5 to 15 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് കാണാനാണ്. 5 to 15 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പറയുമ്പോൾ ആ ടൈം ഇന്റർവെല്ലിലെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയയാണ് വേണ്ടത്. ആ ഏരിയ എന്താ വരുന്നത്? ദാറ്റ് ഈസ് ഏരിയ ABCD.
അപ്പോ AB ഇൻറ്റു CD എന്നതായിരിക്കും ഏരിയ ABCD വരിക. AB എത്രയാണ് വരുന്നത് നോക്കൂ, വെലോസിറ്റി AB എന്ന പോർഷനിൽ എത്രയാണ്, 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി AD എന്ന പോർഷനിലെ ടൈം അല്ലേ, ടൈം എത്രയാ വരുന്നത്, ഫൈനൽ ടൈം മൈനസ് ഇനിഷ്യൽ ടൈം 15 മൈനസ് 5 ഈക്വൽ ടു 10 ആണ്. സോ ഡിസ്പ്ലേസ്മെന്റ് ഡ്യൂറിംഗ് ദ ടൈം ഇന്റർവെൽ 5 to 15 second is area ABCD equal to 200 meter. Okay? 38ാമത്തെ ക്വസ്റ്റ്യൻ. A car of mass m moves with a speed v along a banked road of radius capital R. Draw a diagram showing all the forces acting on the car. 2 മാർക്കാണ്. B part, using the diagram derive an equation for the maximum safe speed. അപ്പോൾ ഇവിടെ ഡയഗ്രത്തില് ഒരു ബാങ്ക്ഡ് റോഡാണ് കാണിച്ചിരിക്കുന്നത്. ആംഗിൾ ഓഫ് ബാങ്കിങ് തീറ്റയാണ്. തീറ്റ കാണിച്ചിരിക്കുന്നതെല്ലാം നോക്കുക. M മാസുള്ള കാറാണ്. അതിലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് കാണിച്ചിട്ടുണ്ട്. വെയിറ്റ് mg ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ഓക്കെ, അത് റെഡ് ഇങ്ക് വെച്ച് കാണിച്ചിരിക്കുന്നു. ഇനി നമ്മുടെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നോർമൽ റിയാക്ഷൻ n ഉണ്ടാവും. അത് നോക്കുക. ഈ നോർമൽ റിയാക്ഷനെ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. n കോസ് തീറ്റ ആൻഡ് n സൈൻ തീറ്റ. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഡിറക്ഷൻ ഡൗൺവേർഡ്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, മൂവ്മെന്റ് ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുക. ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെയും കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. F കോസ് തീറ്റ എന്നുള്ളത് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ അഡ്ജസന്റ് കമ്പോണന്റ് ആണ്. ഇനി F സൈൻ തീറ്റ ഓപ്പോസിറ്റ് കമ്പോണന്റ് ആണ്. ഓക്കെ, അപ്പോ ഡിഫറെന്റ് ഫോഴ്സസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുക മാത്രമാണ് ഇനി ചെയ്യാനുള്ളത്. ആദ്യം തന്നെ n കോസ് തീറ്റയെ കോമ്പൻസേറ്റ് ചെയ്യാൻ എന്താണുള്ളതെന്ന് നോക്കാം. n കോസ് തീറ്റ അപ്വേർഡ് ഡിറക്ഷനിലാണ്. ഡൗൺവേർഡ് ഡിറക്ഷനിൽ എന്തൊക്കെയാ ഉള്ളത്, mg ഉണ്ട്, f സൈൻ തീറ്റയും ഉണ്ട്. സോ n കോസ് തീറ്റ ഈക്വൽ ടു mg പ്ലസ് f സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും. അതെങ്ങനെയാണ് അത് കിട്ടുക? ഓക്കെ, അപ്പം ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കേസ് അല്ല. നെറ്റ് ഫോഴ്സ് ആക്ടിങ് അലോങ് ദ ഡിറക്ഷൻ ഈസ് 0. Therefore, let us just equate the terms. n cos theta equal to mg plus f sin theta. ഓക്കെ, അപ്പോൾ കർവ് എടുക്കുകയാണ്. കർവ് എടുക്കുമ്പോഴേക്കും സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഉണ്ടായിരിക്കണം. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഡിറക്ഷനിലേക്കുള്ള കമ്പോണൻസ് ഏതെല്ലാമാണെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, നോക്കിക്കോളൂ. എഫിന്റെ ഡിറക്ഷനിലേക്കുള്ള ഫോഴ്സസ് ഏതൊക്കെയാ? എഫ് കോസ് തീറ്റയും ഉണ്ട്, എൻ സൈൻ തീറ്റയും ഉണ്ട്. സോ എൻ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ, അതാണ് നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഫോർ എ പാർട്ടിക്കിൾ ഓഫ് ഓർ ബോഡി ഓഫ് മാസ് m moving with a velocity v along a circular path of radius r is given by mv square by r. So we have the equation for the centripetal force acting on the body, mv square by r equal to n sin theta plus f cos theta. That is our equation number 2. ഇനി കൊടുക്കേണ്ടത് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വാല്യൂ ആണ്. F is less than or equal to mu into n, where mu is the coefficient of friction. Okay, n is the normal reaction. Maximum safe speedന് വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നത് F equal to mu s into n എന്നാണ്. ആ വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ ഇക്വേഷൻ 1 and 2
ഇപ്രകാരം റീറൈറ്റ് ചെയ്യാൻ പറ്റും. എൻ കോസ് തീറ്റ ഈക്വൽ ടു എം ജി പ്ലസ് മ്യൂ എസ് ഇൻറ്റു എൻ സൈൻ തീറ്റ. മ്യൂ എസ് എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതുപോലെ ഇക്വേഷൻ 2 എഴുതുമ്പോൾ എൻ സൈൻ തീറ്റ പ്ലസ് മ്യൂ എസ് ഇൻറ്റു എൻ കോസ് തീറ്റ ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. ഇക്വേഷൻ 3 എൻ മാത്രമായിട്ട് എടുക്കണം. അങ്ങനെ എടുക്കുമ്പോൾ കിട്ടുന്നത് എൻ ഈക്വൽ ടു എം ജി ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ എന്നാണ്. ഈ വാല്യൂ ഇക്വേഷൻ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്നത് എം ജി ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് മ്യൂ എസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ മ്യൂ എസ് സൈൻ തീറ്റ ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ എന്നാണ്. ആ ഇക്വേഷനെ വി സ്ക്വയറിന് വേണ്ടിയിട്ട് എഴുതണം. വി സ്ക്വയറിന് വേണ്ടിയിട്ട് എഴുതുമ്പോഴേക്കും കിട്ടുന്നത് വി സ്ക്വയർ ഈക്വൽ ടു ആർ ജി ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് മ്യൂ എസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ എന്നാണ്. എല്ലാ ടേംസിനെയും കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ ആകും. അടുത്ത ടേമിൽ മ്യൂ എസ് മാത്രമേ വരികയുള്ളൂ. ഡിനോമിനേറ്ററിൽ കോസ് തീറ്റ ബൈ കോസ് തീറ്റ 1 ആവും. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ ആവും. അങ്ങനെയാകുമ്പോൾ വി സ്ക്വയറിന്റെ ഇക്വേഷൻ കിട്ടുക ആർ ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ എന്നാണ്. ഇവിടെ ബ്ലൂ ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്ന ഭാഗമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെ എഴുതി പഠിക്കേണ്ടതാണ്. അങ്ങനെയാകുമ്പോൾ മാക്സിമം സേഫ് സ്പീഡിനുള്ള ഇക്വേഷൻ വി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ എന്ന് എടുക്കാവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് ഫ്രിക്ഷനും കൂടി എടുക്കുമ്പോഴുള്ള സേഫ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ക്ലിയർ? 39ാമത്തെ ക്വസ്റ്റിന് 2 ഭാഗങ്ങളുണ്ട്. എ പാർട്ട് സ്റ്റേറ്റ് പാരലൽ ആക്സിസ് തിയറം ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ 2 മാർക്കാണ്. ബി പാർട്ട് അതിനോടനുബന്ധിച്ച് ഒരു പ്രോബ്ലം ആണ്, 3 മാർക്കാണുള്ളത്. പാരലൽ ആക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് പഠിക്കാതെ പരീക്ഷയ്ക്ക് ഒരു കാരണവശാലും പോകരുത്. ഏതെങ്കിലും ഒരെണ്ണം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. പാരലൽ ആക്സിസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് നോക്കുക. മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് I ഈക്വൽ ടു ഐ സി എം പ്ലസ് എം എ സ്ക്വയർ. മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് എനി ആക്സിസ് ഇസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് എ പാരലൽ ആക്സിസ് പാസിംഗ് ത്രൂ ദി സെന്റർ ഓഫ് മാസ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് square of the distance between the two parallel axes. ഇതാണ് I ഈക്വൽ ടു ഐ സി എം പ്ലസ് എം എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇനി ബി പാർട്ട് നോക്കിക്കോളൂ. വാട്ട് ഈസ് ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റോഡ് ഓഫ് മാസ് ക്യാപിറ്റൽ എം ആൻഡ് ലെങ്ത് ക്യാപിറ്റൽ എൽ അബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ് ആൻഡ് പാസിംഗ് ത്രൂ വൺ എൻഡ്. അപ്പോ ആ പ്രോബ്ലം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്സ് എല്ലാം നോക്കുക. അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. ഇതൊരു റോഡാണെന്ന് വിചാരിക്കുക. ഈ റോഡിന്റെ ലെങ്ത് ആണ് എൽ, കാണാമല്ലോ അല്ലേ? ഓക്കെ, ഈ റോഡിന് ഒരു സെന്റർ ഓഫ് മാസ് ഉണ്ട്. ആ സെന്റർ ഓഫ് മാസിൽ കൂടി പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആക്സിസിനെ ആധാരമാക്കി ഈ റോഡിന് റൊട്ടേഷൻ പോസിബിൾ ആണ്. അന്നേരമുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാലേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ വാല്യൂ എം എൽ സ്ക്വയർ ബൈ 12 ആണ്. നോക്കൂ, ഇത് എം എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12 ആണ്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സെന്റർ ഓഫ് മാസ് പാസ് ചെയ്യുന്ന ആക്സിസിന് പാരലൽ ആയിട്ട് റോഡിന്റെ മറ്റൊരു എൻഡിൽ കൂടി ഇതാ ഒരു ആക്സിസ് ഉണ്ട്. അപ്പോ ഇവിടെയുള്ള ആക്സിസും ഈ ആക്സിസും എങ്ങനെയാണ്? രണ്ടും പാരലൽ ആക്സിസ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 2 പാരലൽ ആക്സിസ് ഉണ്ടെങ്കിൽ ഈ പാരലൽ ആക്സിസിനെ ആധാരമാക്കിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ, അതായത്
ഈ പാരലൽ ആക്സിസിനെ ആധാരമാക്കി ഈ റോഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ സെന്റർ ഓഫ് മാസിനും അതുപോലെ ഇവിടെയുള്ള ഈ ആക്സിസും ഇതിനും ഇടയ്ക്കുള്ള ലെങ്ത് അതാണ് എ എന്ന് പറയുന്നത്. എ ഈക്വൽ ടു L/2 ആയിരിക്കും. ഓക്കെ, നോക്കൂ, A equal to L/2. Then for a rod of mass M and length L, using parallel axis theorem, I equal to ICM plus MA square. Moment of inertia of the rod about the center of mass, ആ value ml square by 12 എന്നുള്ളത് അറിയാമെങ്കിൽ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ, അത് അറിഞ്ഞിരിക്കണം. സോ ml square by 12 പ്ലസ് എക്ക് പകരം L/2 കൊടുക്കാം, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്താൽ മതി. വി വിൽ ഗെറ്റ് ദ ആൻസർ ml square divided by 3. ഓക്കെ, 40ാമത്തെ ക്വസ്റ്റ്യന്റെ എ പാർട്ട്. ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് h above the surface of the earth. ഇവിടെ ഡയഗ്രം കാണിച്ചിരിക്കുന്നത് നോക്കുക. എർത്ത് കാണിച്ചിട്ടുണ്ട്. എർത്തിന്റെ മാസ് ക്യാപിറ്റൽ എം, എർത്തിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ. സർഫസ് ഓഫ് ദി എർത്തിൽ നിന്നും h ഹൈറ്റിലുള്ള ഒരു ബോഡിയാണ് m മാസ് ഉള്ളതായിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ h ഹൈറ്റിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g സഫിക്സ് h ആണെന്നിരിക്കട്ടെ. ആ g സഫിക്സ് h വാല്യൂ എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതിനുവേണ്ടി ആദ്യം തന്നെ സർഫസ് ഓഫ് ദി എർത്തിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ പരിഗണിക്കാം. ഇക്വേഷൻ 1, സ്മോൾ g ഈക്വൽ ടു ക്യാപിറ്റൽ G ക്യാപിറ്റൽ M ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R സ്ക്വയർ, where capital G is the gravitational constant, M is the mass of the earth, R is the radius of the earth. ഇനി h ഹൈറ്റില് വസ്തുവിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനോട് ഇക്വേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് വെയിറ്റ് ഓഫ് ദി ഓബ്ജെക്ട് അറ്റ് ദി ഹൈറ്റ് h ഈക്വൽ ടു mg. ഇവിടെ ജിയുടെ സഫിക്സ് ആയിട്ട് h കൂടി കാണിച്ചിട്ടുണ്ട്. അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി h ഹൈറ്റിലുള്ള വാല്യൂ ആണ് എടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ വാല്യൂ എന്തായിരിക്കും? Gmm/r² എന്നുള്ളതാണ് ഇക്വേഷൻ, നമുക്കറിയാം. സ്മോൾ എം മാസ് ഉള്ള വസ്തുവില് ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണത്. h ഹൈറ്റിലായിരിക്കുമ്പോൾ m മാസ് ഉള്ള വസ്തുവിൽ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ആറിന് പകരം r+h എടുക്കേണ്ടതായിട്ട് വരും. സോ ദ ഇക്വേഷൻ ഈസ് G ക്യാപിറ്റൽ M സ്മോൾ m ഡിവൈഡഡ് ബൈ r+h ദി ഹോൾ സ്ക്വയർ. ഇക്വേഷന്റെ രണ്ട് സൈഡിലും m ക്യാൻസൽ ആയി പോകുമ്പോൾ GH ഈക്വൽ ടു GM/r+h ദി ഹോൾ സ്ക്വയർ എന്ന് വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ 1 ആയി, ഇക്വേഷൻ 2 ആയി. ഇക്വേഷൻ 2നെ ഇക്വേഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക? GM ക്യാൻസൽ ആയി പോകും. പിന്നെ 1/r+h ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1/r² ആ വരുന്നത്. അപ്പൊ r² മുകളിലേക്ക് പോകും. സോ GH/G ഈക്വൽ ടു r² ഡിവൈഡഡ് ബൈ r+h ദി ഹോൾ സ്ക്വയർ. RHSലുള്ള ഇക്വേഷനിൽ നിന്ന് r² പുറത്തെടുത്ത് എഴുതാം. അപ്പൊ എന്താ വരിക? r² ഡിവൈഡഡ് ബൈ r² ഇൻറ്റു 1+h/r ദി ഹോൾ സ്ക്വയർ. ഓക്കെ, r²ഉം ക്യാൻസൽ ആയി പോയി. പിന്നെ വരുന്നത് 1/1+h/r ദി ഹോൾ സ്ക്വയർ എന്നായിരിക്കും. അത് ന്യൂമറേറ്ററിലേക്ക് എടുക്കുമ്പോൾ 1+h/r ദ ഹോൾ റേസ് ടു -2 എന്ന് വരും. ഓക്കെ, ഇനി 1+h/r ദ ഹോൾ റേസ് ടു -2 ബൈനോമിയൽ എക്സ്പാൻഷൻ അനുസരിച്ച് എക്സ്പാൻഡ് ചെയ്യണം. ഹയർ ഓർഡർ ടേംസ് എല്ലാം നെഗ്ലക്ട് ചെയ്ത് കളയാം. കാരണം h/r എന്ന് പറയുന്നതിന്റെ ഹയർ വാല്യൂസ് എല്ലാം വരുന്നത്
സ്ക്വയേഴ്സും ക്യൂബ്സും എല്ലാം വരുന്നത് വളരെ വളരെ ചെറുതായതുകൊണ്ട് അതിനെ നെഗ്ലക്ട് ചെയ്ത് കളയാവുന്നതാണ്. അങ്ങനെയാകുമ്പോൾ 1 പ്ലസ് h ബൈ ആർ ദ ഹോൾ റേസ് ടു -2 എന്നുള്ളത് 1 മൈനസ് 2h ബൈ ആർ എന്നാകും. So we have the equation gh by g equal to 1 minus 2h by r. നമുക്ക് gh ആണ് എഴുതേണ്ടത്. So gh equal to g into 1 minus 2h by r. അധികം സ്റ്റെപ്സ് ഒന്നും ഇല്ലാത്തൊരു ഡെറിവേഷൻ ആണിത്. നന്നായിട്ട് പഠിക്കണം. 40ാമത്തെ ക്വസ്റ്റ്യൻ ബി പാർട്ട് ഒരു പ്രോബ്ലം ആണ്. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ദി റേഡിയസ് ഓഫ് ദി എർത്ത് ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത്. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നമ്മൾ അല്പം മുമ്പ് ഡിറൈവ് ചെയ്ത ജി എച്ച് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാനല്ല തന്നിരിക്കുന്നത് എന്നത് മനസ്സിലാക്കുകയാണ്. അവിടെ ബൈനോമിയൽ എക്സ്പാൻഷൻ അപ്ലൈ ചെയ്തിട്ട് h ബൈ ആറിന്റെ ഹയർ ഓർഡർ ടേംസ് ചെറുതായതുകൊണ്ട് നെഗ്ലക്ട് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ ഇവിടെ h ബൈ ആറിന്റെ ഹയർ ഓർഡർ ടേംസ് എന്ന് പറയുന്നത് നെഗ്ലക്ട് ചെയ്ത് കളയാൻ പറ്റില്ല. കാരണം എച്ചിന്റെ വാല്യൂ തന്നിരിക്കുന്നത് r/2 ആണ്, റേഡിയസിന്റെ പകുതിയാണ്. അപ്പോ h ബൈ ആർ എന്ന് പറഞ്ഞാല് 1/2 ആണ്. 1/2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാല് 1/4, അതുപോലെ ക്യൂബ് 1/8. ഹയർ ഓർഡർ ടേംസ് 1നേക്കാളും ഒത്തിരി ചെറുതൊന്നുമല്ല. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് g ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ എന്നുള്ള ബൈനോമിയൽ എക്സ്പാൻഷൻ അപ്ലൈ ചെയ്ത ഇക്വേഷൻ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ യൂഷ്വൽ ഇക്വേഷന് ജി ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ എന്നതില് ജി എം ബൈ ആറിന് പകരം ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, സോ വി ഹാവ് ദ വാല്യൂ ഫോർ h ഈക്വൽ ടു r/2. So acceleration due to gravity at the height h equal to gm by r plus h ന് പകരം r/2 കൊടുക്കുക. r സ്ക്വയർ പുറത്തെടുക്കുമ്പോൾ 1 plus 1/2 the whole square എന്നാകും. That is equal to 3/2 the whole square. Okay, so നമ്മുടെ ഇക്വേഷൻ ഇപ്പൊ വരുന്നത് എന്താണ്? gh ഈക്വൽ ടു gm ബൈ ആർ സ്ക്വയർ ഇൻറ്റു 1/3/2 ദി ഹോൾ സ്ക്വയർ എന്നാണ്. gm ബൈ ആർ സ്ക്വയറിന്റെ വാല്യൂ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ g ആണ് ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത്. സോ g ഡിവൈഡഡ് ബൈ 3/2 ദി ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ, 3/2 ദി ഹോൾ സ്ക്വയർ ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ എന്ത് വരും? 4/9 ആകും. സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദി ഹൈറ്റ് h ഈക്വൽ ടു 4/9 ഇൻറ്റു ജി എന്നാണ് കിട്ടുന്നത്. ഓക്കെ, സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ദി റേഡിയസ് ഓഫ് ദി എർത്ത് ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത്. The value is 4/9g. Okay? ഹായ് മക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്ന 5 മാർക്കിന്റെ 5 ചോദ്യോത്തരങ്ങൾ എല്ലാവർക്കും നന്നായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്രോബ്ലംസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. തിയറിയും പഠിക്കണം. ഒന്നും പഠിക്കാത്തവർ, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും പ്രിപ്പയർ ചെയ്യാത്തവര് 30 മാർക്കിന്റെ 6 പാഠങ്ങൾ എന്നൊരു വീഡിയോ ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതെങ്കിലും പഠിച്ചിട്ട് പോവാം. ജയിക്കാനുള്ള മാർക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, എല്ലാവർക്കും പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒട്ടും പേടിക്കാതെ കൂളായിട്ട് പോയി പരീക്ഷ എഴുതുക, നന്നായി പഠിക്കുക. ആശംസകൾ.